ഉപ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ പോകും അല്ലേ? ഉപ നോ ഉപ, ഇപ്പോൾ ഉപ, നെക്സ്റ്റ് ഉപ നോ ഉപ. അപ്പൊ ഡയറക്റ്റ് മുഖ്യമന്ത്രി. കാന്തപുരത്തിന്റെ വാക്ക് അറം പറ്റി. DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ്. ജൂൺ മാസം 3-ാം തീയതി അധികാരമേൽക്കും എന്നുള്ള വിവരം ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു എഫക്റ്റ് കർണാടകയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. വലിയ രീതിയിലുള്ള വിവാദവും വിഷയങ്ങളുമായിട്ട് വന്നുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരു പ്രതിസന്ധി കേരളത്തിലുണ്ടായപ്പോൾ നിർണായകമായത് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമാണ്. 2 പ്രാവശ്യം കേന്ദ്ര നേതൃത്വം AICC അന്വേഷണം നടത്തിയത് ലീഗിനോടാണ്, ആരെ പിന്തുണക്കുന്നു, ആരാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോഴാണ് കൃത്യമായ രീതിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നാളാവണം എന്നുള്ളത്, അഥവാ VD സതീശൻ ആവണം എന്നുള്ള നിലപാട് പറഞ്ഞത്. ആ നിലപാട് എന്ന് പറഞ്ഞാൽ MLA എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമായിരുന്നു, MP സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായിരുന്നു, മുൻ KPCC പ്രസിഡന്റുമാരും ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് DCC പ്രസിഡന്റുമാരും എടുത്ത നിലപാടിനൊക്കെ വിരുദ്ധമായിരുന്നു. ഭരണസിരാ കേന്ദ്രങ്ങളിലും അധികാര സിരാ കേന്ദ്രങ്ങളിലും ഭൂരിപക്ഷം VD സതീശനെതിരെയും ജനങ്ങൾ VD സതീശനൊപ്പവുമായിരുന്നു. അപ്പോൾ ചില നിർണായക തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ അത് പ്രതിസന്ധിയിലെത്തും എന്ന് മനസ്സിലാക്കിയ സമയത്ത് AICC VD സതീശൻ്റെ പേര് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സമസ്ത സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രസംഗത്തിനിടെ കാന്തപുരം APU അബൂബക്കർ മുസ്ലിയാർ, നിങ്ങൾ ഉപമുഖ്യമന്ത്രി ആയാൽ മാത്രം പോരാ, മുഖ്യമന്ത്രി ആവണം എന്നുള്ള കാര്യം അദ്ദേഹം പരാമർശിച്ചു. അത് നമ്മൾ വീഡിയോയിൽ കണ്ടത്. അതങ്ങനെ തന്നെ അറം പറ്റിയെന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ കേരളത്തിലെ എഫക്റ്റ്, കേരളത്തിലെ നിലപാട് കർണാടകയിലും കൊണ്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് നടക്കുന്നത് കർണാടകയിൽ എന്നുള്ളത്. നിലവിലിപ്പോൾ അവരുടെ സീറ്റ് എണ്ണ സമയത്ത് കർണാടക സീറ്റ് 224 സീറ്റാണ് മൊത്തത്തിൽ കർണാടകയിലുള്ളത്. സർക്കാർ രൂപീകരിക്കാൻ വേണ്ടത് 113 സീറ്റാണ്. കോൺഗ്രസിനുള്ളത് 135 സീറ്റാണ്. അപ്പോൾ ഒരുപാട് കൂടുതലുണ്ട്, 10-20ഓളം അധികമുണ്ട്. BJPക്ക് 66, ജനതാദളിന് 19, സ്വതന്ത്രർ 2, മറ്റ് ഉള്ളവർ 2 പേര്. ഈ സ്വതന്ത്രന്മാരടക്കമുള്ള അല്ലർ ചില്ലർ ടീമെല്ലാം INC കോൺഗ്രസിനെയാണ് പിന്തുണച്ചത്. DK ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കിയും സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയാക്കിയിട്ടും നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചു. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുക എന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാണ് പിന്തുണ നോക്കിയ സിദ്ധരാമയ്യക്ക് മൊത്തത്തിൽ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെയൊക്കെ പിന്തുണ സിദ്ധരാമയ്യക്കാണ്. DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ മഹാബഹുഭൂരിപക്ഷം ജനങ്ങൾ, ഈ വോട്ടർമാരുടെ അല്ലെങ്കിൽ പ്രവർത്തകന്മാരുടെ പിന്തുണ DK ശിവകുമാറിനാണ്. അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടി നിലനിൽക്കൂ. ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായിരിക്കുന്ന, അതായത് പാർട്ടി പ്രവർത്തകന്മാർക്ക് വിശ്വാസയോഗ്യമായിരിക്കുന്ന ആൾ എന്നുള്ളതും പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടാകുന്ന സമയത്ത് ഏതു തരത്തിലും ഇടപെടാൻ സാധിക്കുകയും ചെയ്യുക DK ശിവകുമാറാണ്. ജനങ്ങളോടൊപ്പം ജനങ്ങൾക്കായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് DK ശിവകുമാറിൻ്റെ പ്രത്യേകത. VD സതീശനെ പോലെ തന്നെ എന്ന് ചുരുക്കം. MLA എണ്ണൊക്കെ നോക്കുന്ന സമയത്ത് വലിയ ഭൂരിപക്ഷം സിദ്ധരാമയ്യക്ക് വന്നു. പാർട്ടി പ്രവർത്തകന്മാരുടെ എണ്ണം നോക്കുന്ന സമയത്ത് വലിയ ഭൂരിപക്ഷം DK ശിവകുമാറിന് വന്നു. മാധ്യമ വിലയിരുത്തൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അതായത് MLA സാധാരണ ഇത്തരം പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പക്ഷം ചേരുക. അങ്ങനെ നോക്കുന്ന സമയത്ത് സിദ്ധരാമയ്യർക്ക് 70 മുതൽ 90 വരെ MLA പിന്തുണ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശിവകുമാറിനെ നോക്കുന്ന സമയത്ത് 40 മുതൽ 60 വരെ ഉള്ളൂ. വലിയ മാറ്റമുണ്ട്. 2.5 വർഷം മാറി മാറി മുഖ്യമന്ത്രിയാകുക എന്നുള്ള കരാർ വ്യവസ്ഥ ഉണ്ടായെങ്കിൽ പോലും സിദ്ധരാമയ്യ 5 വർഷം പൂർണ്ണമായിട്ട് കിട്ടണമെന്ന് പിന്നീട് പറയപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് അലോസരങ്ങൾ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ചില റിപ്പോർട്ടിനകത്ത് അങ്ങനെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് പിന്നീട് പ്രതിസന്ധിയായി 2.5 വർഷം എന്നാണ് 2023 മെയ് മാസം 20-ാം തീയതിയാണ് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്.
അപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. ഈ പ്രതിസന്ധിക്കിടയിൽ കോൺഗ്രസിലേക്ക് കേരളത്തിലുണ്ടായിരിക്കുന്ന മാറ്റം, അതായത് ജനകീയപരമായ രീതിയിലുള്ള മുന്നേറ്റം ആർക്ക് അനുകൂലമായിട്ടാണ് എന്നുള്ളത് വളരെ കൃത്യതയോടുകൂടി 10 ദിവസത്തിനിടയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിക്കുകയാണ്. AICC അത് പഠിക്കുന്നു, എല്ലാ വശവും ചേർത്ത് പഠിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘടനയിലെ പ്രസിഡന്റുമാരുമായിട്ട് സംസാരിക്കുന്നു. ഇപ്പോഴത്തിൽ റിട്ടയർഡായി നിൽക്കുന്ന, അതായത് പാർട്ടി പ്രവർത്തനത്തിൽ ഈ സജീവമായിട്ടില്ലാത്ത AK ആൻ്റണിയെ പോലെയുള്ള അങ്ങനത്തെ മുതിർന്ന ആൾക്കാരോട് സംസാരിക്കുന്നു. മൊത്തത്തിൽ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. പ്രത്യേകമായിരിക്കുന്ന രഹസ്യ അന്വേഷണ കമ്മീഷനെ വെക്കുന്നു. അത് സംഘം ആരും അറിയാത്ത രീതിയിൽ രഹസ്യ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇങ്ങനെ പോകുന്നു അതിൻ്റെ റൂട്ട്. ആ റൂട്ടിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, ജനങ്ങളും പാർട്ടി പ്രവർത്തകന്മാരും നിഷ്പക്ഷമായിരിക്കുന്ന ആളുകളൊക്കെ ഈ നിലവിലുള്ള സാഹചര്യം നോക്കുന്ന സമയത്ത് VD സതീശിനെ അനുഭാവികളാണ്. അങ്ങനെ ആ സമയത്ത് അതല്ലാത്ത രീതിയിൽ തീരുമാനം എടുക്കുമ്പോൾ പിന്നീട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ജനപക്ഷത്തോടൊപ്പം ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിലപാട് പറഞ്ഞു. ഈ ഒരു സംഭവം കർണാടകയിലും പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളതായിരുന്നു DK ശിവകുമാർ ഉദ്ദേശിക്കുന്നത് എന്ന് ചില പത്രങ്ങൾ പറയുന്നു. യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെയും പ്രതിസന്ധി വിഷയങ്ങളുണ്ടാകും. ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളുണ്ടാകും. കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ് കർണാടകയിലെ കോൺഗ്രസിൻ്റെ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. ഈ മേഖലയിൽ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് അപൂർവമായിട്ടുള്ള സംസ്ഥാനങ്ങൾ മാത്രമാണ് കോൺഗ്രസ് ഭരണത്തിലുള്ളത്. അവിടെ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അത് മൊത്തത്തിൽ സാരമായിട്ട് ബാധിക്കും ദേശീയ തലത്തിൽ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. ആ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം, ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് അമേരിക്കക്കാരാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യക്കാർ വോട്ട് ചെയ്തിട്ടല്ല, പകരം പാർലമെൻറ്റ് അംഗങ്ങൾക്കേ നമുക്ക് വോട്ട് ചെയ്യാൻ അധികാരമുള്ളൂ. 2 രീതിയിൽ ഇതിൻ്റെ സംവിധാന കാര്യങ്ങൾ പോകുന്നുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന നമ്മളല്ല, നമ്മൾക്കതിന് അധികാരമില്ല. നമുക്ക് MLA തിരഞ്ഞെടുക്കാൻ മാത്രമേ അധികാരമുള്ളൂ. എന്നാൽ ചില രാജ്യത്തൊക്കെ ഭരണ സംവിധാനം ആ പ്രസിഡന്റിനെ അല്ലെങ്കിൽ ആ ഭരിക്കുന്ന ഏറ്റവും ഉന്നതരായിരിക്കുന്ന ഭരണാധികാരിയെ നേരിട്ട് തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ള പല രാജ്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ പറഞ്ഞ അമേരിക്കയുടെ പ്രസിഡന്റിന് വോട്ട് ചെയ്യണം, എന്നാലാണ് ആ പ്രസിഡന്റിലേക്ക് എത്തുക. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംവിധാനമില്ല. പക്ഷേ ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടും വളരെ വളരെ നിർണായകമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന AICC കേരളത്തിലെ നിലപാട് മാറ്റിയപ്പോൾ അത് കർണാടകക്കും ബാധകമായി. അങ്ങനെയാണ് അവിടുത്തെയുള്ള സാഹചര്യങ്ങൾ, അവസ്ഥകൾ, ഭാവിയിൽ വരാൻ പോകുന്ന അവസ്ഥകൾ. അത് മാത്രമല്ല, ഈ കാലം കഴിഞ്ഞാൽ 2023 കഴിഞ്ഞാൽ 2028 അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് വരണം. ആ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും BJP അധികാരത്തിൽ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അത് വളരെ വളരെ നിർണായകമായിരിക്കുന്ന കാര്യമാണ്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കണം. അതായത് ഈ ഇന്ദിര പദ്ധതി എന്ന് പറഞ്ഞിട്ട് 5 പരിപാടികളൊക്കെ ഇലക്ഷനോടനുബന്ധിച്ച് പ്രകടന പത്രിക തന്നെ പറഞ്ഞതാണ്. അതിൽ സ്ത്രീകൾക്ക് സൗജന്യമായിരിക്കുന്ന യാത്രാ സൗകര്യങ്ങൾ KSRTC നടപ്പിലാക്കുന്നതിനെ പറ്റി പറഞ്ഞ സമയത്ത് ചൂണ്ടിക്കാണിച്ച കർണാടക നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള 25 ലക്ഷത്തോളം ഇൻഷുറൻസ് പദ്ധതി കാര്യങ്ങൾ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന 5 പദ്ധതി. ആ 5 പദ്ധതി വളരെ വളരെ നിർണായകമായിട്ടുണ്ട്. അതിൽ വലിയ രീതിയിലുള്ള വിശ്വാസം ഏറ്റെടുത്തുകൊണ്ടാണ്, വിശ്വാസ്യത ഉള്ളത് കൊണ്ടാണ് വോട്ടർമാർ വോട്ട് ചെയ്തതെന്നുള്ളത് കൃത്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ജനകീയപരമായ രീതിയിൽ ജനാധിപത്യത്തോടൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പാർട്ടിയും അതിൻ്റെ സംവിധാനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം കൃത്യമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന MLAക്കാണ് മേലെയാണ് വോട്ട് ചെയ്ത വോട്ടർമാരുടെ അവകാശം എന്ന് ഈ 2-3 അനുഭവത്തിൽ നിന്ന് നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.